ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ വടക്കൻ കേരളത്തിൽ ബ്രഹ്മസമാജം തുടങ്ങി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അയ്യങ്കാളിക്കും ശ്രീനാരായണ ഗുരുവിനുമൊക്കെ മുമ്പ് തന്നെ അദ്ദേഹം ഹരിജനങ്ങൾക്ക്, അതായത് പുലയർക്കു വേണ്ടി കോഴിക്കോട്ട് സ്കൂള് തുടങ്ങി. പിന്നെ വാഗ്ഭടാനന്ദനെ പോലെയുള്ള യുക്തിവാദികൾ, സാമൂഹിക പരിഷ്കർത്താക്കൾ, അദ്ദേഹമാണല്ലോ ഈ പ്രശസ്തമായ ULCC സ്ഥാപിച്ചത്. അതെ. അതുപോലെ ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങളും വലിയ സ്വാധീനം ചെലുത്തി. തലശ്ശേരിയിൽ തീയർ മുൻകൈയെടുത്ത് ഒരു ശിവക്ഷേത്രം പണിത് അതെല്ലാവർക്കുമായി തുറന്നുകൊടുക്കാൻ ഗുരുവിനെക്കൊണ്ട് പ്രതിഷ്ഠിപ്പിച്ചു. അത് അന്നത്തെ ജാതി വ്യവസ്ഥയ്ക്കെതിരെയുള്ള വലിയൊരു ചുവടുവെപ്പായിരുന്നു. എന്നാൽ ഈ പരിഷ്കരണ ശ്രമങ്ങൾക്കിടയിലും സ്വന്തം ഐഡന്റിറ്റി സംരക്ഷിക്കാൻ ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു എന്നും കേട്ടല്ലോ. ഈഴവരുമായി രേഖകളിൽ ഒന്നായി ചേർത്തതും മറ്റും. അതൊരു പ്രശ്നമായിരുന്നു. ജാതി വിവേചനത്തിനെതിരെ അവര് ശക്തമായി നിന്നു. ഒരുപക്ഷേ ഈഴവരുമായി ചില സാമൂഹിക കാര്യങ്ങളിൽ സാമ്യമുള്ളതുകൊണ്ടോ എന്തോ സർക്കാർ രേഖകളിലൊക്കെ അവരെ ഈഴവരുടെ കൂടെ തെറ്റായിട്ട് ഉൾപ്പെടുത്തി. അപ്പോ തങ്ങളുടെ ആ ഒരു തനതായ ചരിത്രവും സ്വത്വവും അംഗീകരിക്കപ്പെടുന്നില്ല എന്നൊരു തോന്നല് വന്നു. അതിനെതിരെയാണ് പിന്നീട് ഈ തീയർ ക്ഷേമസഭ, തീയർ മഹാസഭ പോലുള്ള സംഘടനകളൊക്കെ ഉണ്ടാക്കി സ്വന്തം ഐഡന്റിറ്റി ഉറപ്പിക്കാൻ ശ്രമിച്ചത്.